അഴകേ നീ എൻ്റെ കിനാവിൽ മൂത്രമൊഴിക്കരുതേ പറയണ്ട ഗൈസ്. പക്ഷേ ക്ലാസിക്കസ്കും ബനാനേർ എന്ന് പറയുന്നൊരു സാധനം, അതായത് ഉള്ളിൽ ബനാനയാണെന്ന് പറയപ്പെടുന്നു, പക്ഷെ ബനാനയല്ല, നിങ്ങൾ വേറെ എന്തോ വൃത്തിക്കെട്ടൊരു സാധനം, ആട്ടുംകാട്ടം ചോക്ലേറ്റിൽ തേച്ച പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ യമ്മിയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പ്രാക്ടീസ് മുടക്കരുതെന്ന് എന്നോട് ജഗതി കൊണ്ട് എപ്പോഴും പറയാറുണ്ട്, കാരണം കാശ് കൊടുത്തു പോയി. നിങ്ങൾക്ക് കൈ വേണോ കൈ വേണോ കണ്ണ് വേണോ? ഞാൻ കണ്ണ് കൊത്താണെങ്കിൽ ഞാൻ കൈ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, നിങ്ങൾ കണ്ണ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ആക്ച്വലി കൈ കൊണ്ടൊന്നും ചെയ്യണ്ട. നീ കണ്ണ് കൊത്തും, ഞാൻ കൈ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? മൊട്ട കണ്ണും കൊത്തി കൈയും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ കണ്ണടയ്ക്കും, എന്നിട്ട് അവിടെ ഉണ്ടായിരിക്കോ? എന്നിട്ട് അവിടെ ഉണ്ടായിരിക്കോ? നീ കണ്ണടച്ച് കൈ രണ്ടും നീ യൂസ് ചെയ്തോ? എടാ അതന്നെ ഞാൻ പറയണേ. ഞാൻ കണ്ണ് കൊത്തുകയാണെങ്കിൽ കണ്ണില്ല, അപ്പൊ ഞാനാണ് നീ പറയും എണ്ണ എടുക്ക്, അപ്പൊ ഞാൻ ഇങ്ങനെ എണ്ണ എടുക്കും. പക്ഷെ നീ ഡയറക്ഷൻ തരണം. അപ്പൊ എന്റെ പണി എന്താ അവിടെ പറഞ്ഞോണ്ട് എനിക്ക് കണ്ണിന്റെ കാഴ്ച തരിക. ചീറ്റിങ് ചെയ്യാൻ പാടില്ല. കാണുന്നുണ്ടോ? ഞാൻ ആരാ? കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ, എൻ്റെ ഒരു ഊഹപ്രകാരം ചിക്കൻ നമുക്ക് എക്സാക്ട്ലി മഞ്ഞപ്പൊടി, ഞാൻ പറഞ്ഞുതരാം, മല്ലിപ്പൊടി, ഇതൊക്കെ വീട്ടിന് മുമ്പ് ബൈഹാർട്ട് ഇപ്പൊ ഇതിലേതാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഞാൻ മറന്നു, പക്ഷെ അത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയാണ്. നെക്സ്റ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ഭാര്യ പറയും. കോമഡി എന്ന് വെച്ചാൽ ഭാര്യക്ക് ഇതിൽ പല പൊടിയും കണ്ടാലും മനസ്സിലാവില്ല. ഫുഡാണ് ഞാൻ കുറച്ച് പറഞ്ഞേ. ഹലോ, താങ്ക് യു. കറക്റ്റ് ആയിരുന്നത്. ഞാൻ ഈ പ്ലാൻ പറഞ്ഞപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് ഓർഡറിൽ എല്ലാം പൊടി എടുത്ത് വെച്ചുകൊണ്ടാണ് നേരത്തെ കണ്ട കോൺഫിഡൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം മാറ്റി വയ്ക്കും. സർവസമംഗമായ പ്രൗഢിയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒറ്റൊരു ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്ന നാട്ടുപ്രമാണ സംഘടനയുടെ ഒരേ ഒരു വക്താവ് ശ്രീമാൻ വൈശാഖ് നാരായണൻ. നമ്മുടെ ഒരു ബർഗർ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളുടെ സ്വഭാവം വെച്ച് ഞാൻ അതാ ചെയ്യേണ്ടത്. നിന്റെ സ്വഭാവം വെച്ച് നീ അതാ ചെയ്യാ, അതാ ഞാൻ ചോദിച്ചത്. എന്താ നീ അവിടെ ചെയ്യണേ? നമ്മള് ചിക്കൻ നിൽക്കാൻ കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ഉണ്ട്. അയ്യോ അയ്യോ ഇവിടെ നിൽക്കണേ. ഈ തപ്പണതൊന്നും പറഞ്ഞില്ല. നീ എന്റെ കയ്യും ഞാൻ നീ എന്റെ കണ്ണും നീ ഞാൻ പറയണ്ട. അതെന്താ ചെയ്യാ, ഡയറക്റ്റ് അടുപ്പത്ത് കത്തിക്കാൻ പോവാ? ഞാൻ വീശും, കാരണം നീ കാണില്ല. അത് നല്ല കൊള്ളും മാറിക്കോ. എന്താ ചെയ്യത്? പൊടി പറഞ്ഞതാ ഇവിടെ. നിങ്ങളല്ല മഞ്ഞപ്പൊതി 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 എന്നൊക്കെ പറഞ്ഞേ. മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉള്ളി ശരിക്കും ഇവിടെ കണ്ണ് കെട്ടാൻ നല്ലത്. കാരണം കണ്ണ് കെട്ടിയാലും കണ്ണ് കെട്ടിയില്ലെങ്കിലും ഒരു ഉപകാരമില്ല സ്ഥലത്ത്. ഞാൻ കെട്ടിയതെങ്കിൽ പണിക്ക് നടക്കുന്നത്. കണ്ണ് കെട്ടാം, എനിക്ക് പ്രശ്നമില്ല. അതൊക്കെ ആരാ പറഞ്ഞേ? കണ്ണ് കെട്ടിയിട്ട് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ ഒന്നും ഉപദ്രവിക്കല്ല. എന്തെങ്കിലും ഉപകാരം ചെയ്യും. ജീവിതത്തിലെ സെയിം റെപ്ലിക് തന്നെയാണ്. ഒരു ഉപകാരമില്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. ഗൈസ് കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞോ?
ഇതാ എൻ്റെ പണി, എൻ്റെ ഗതികേട് കാണുന്ന കേട്ടത്. ഇതാ കാണ് എന്തെങ്കിലും നടക്കണ എന്തും ചെയ്തതാ. സാറില്ല, എൻ്റെ ടാസ്ക് അല്ലേ. രാവിലെ ഒരു ടൈം ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാം. ഇനി ഉള്ളി വലിക്കാം. ഇത്ര അങ്ങനെ കണ്ണോണ്ടാണോ മുറിച്ചിരുന്നത്? ഇപ്പൊ മൂർച്ചില്ലാത്ത പോലെ. നീ ജനിക്കാനേ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഉയർച്ചയുടെ ഒരു പടവ് കാണുമല്ലോ. ചോദിച്ചോ നിങ്ങളോട്? അങ്ങനെ ഒരു പടവാണ്. ഞാൻ ചെയ്ത് തൊട്ടില്ലോ. ഭാര്യ എന്താ വിളിക്കാന്ന് വെച്ചാൽ, अंकल वो गूगल पे वो पैसा नहीं अंकल, वो ऐसा वाला मटेरियल नहीं अंकल, अंकल आंटी और अंकल. എന്നെ കാണാൻ ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ ചെന്ന ദിവസം ഇങ്ങനെ പാൻപുരാക്കി ചുറ്റിയിട്ട് നാക്കിൻ്റെ ഇതിൽ വെക്കായിരുന്നു. മാറ്റിയെടുത്തു, ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പല്ലൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചു, കുളിപ്പിച്ചു, അങ്ങനെ സെറ്റാക്കി എടുത്തു. അങ്ങനെയായിരുന്നു, ഗ്രീൻ ആയിരുന്നു പച്ച പല്ലിൻ്റെ ഇടയിലൊക്കെ. അത് ക്ലീൻ ചെയ്തു കറക്റ്റാണ്. Where the hell is my freaking chopping board? You don't get my question? You don't get my question? Where the hell is my chopping board? ഹോളിവുഡാണ് ഗൈസ്. അങ്ങനെയുണ്ട്. എടി ഇത് മുറിക്കണ സാധനം എന്താ എന്താ ഇതാണ് എപ്പോഴും പറയാം. മരപ്പലകൾ കളിക്കുന്നത് ചില നേരം ചില നേരം അല്ല മിടുക്കി കുട്ടിയാണ്. Yes, we do use paste, but it's the paste that been made by my own hands. എന്നെ മറക്കല്ലേ ഭർത്തു, ഓംകാര രൂപൻ ഭർത്തു. ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക്. ഓംകാര ഓഹോ കാവടി മേളം കോമരങ്ങൾ തുകിലുണ്ടേ, പഞ്ചവാദ്യപ്പുകിലുണ്ടേ. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷേ കൊണ്ടകളല്ല. നല്ല മൊയ്ത്തോയോ കോഴിക്കറി, അതും ഏത് കുറുമ കണ്ണടച്ചിട്ട്. പിന്നെ ഞാൻ എക്സ്പെർട്ട് ഷെഫായതുകൊണ്ട് എനിക്കൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. അവിടെ നമ്മൾ ചെറിയ ഉള്ളി അതിരിക്ക് വേണ്ട. എന്നു വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഇങ്ങനെ സുനമുള്ള ഭാഗം ഉണ്ടോ, സുനമുള്ള ഭാഗം, ഇത് സുന താഴെ വെച്ച് നമ്മളൊരൊറ്റ അടി, ചിലപ്പോൾ ഇത് സ്ലിപ്പായി പോകുമ്പോൾ രണ്ടടി കടിക്കേണ്ടി വരും. കണ്ടില്ലാത്ത കളികളല്ലേ, അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 3-4 ഇടി ഇടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വെളുത്തുള്ളി ഇങ്ങനെ കിട്ടും ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ തിരിക്ക്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയം തരണേ, കൂട്ടുകൂടണേ. നമ്മൾ 9 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നമുക്ക് ഡിസ്റ്റർബൻസസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഗൈസ്, നമ്മുടെ അപ്പുറത്തുള്ളവർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ചേട്ടന്മാർ, അതായത് കോപ്സ്, എന്താണ് കോപ്സ് വന്നിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊന്നുമില്ല, കോപ്സ് വന്നിട്ട് ചെള്ളയ്ക്ക് കിള്ളിയിട്ട് പോകും. അപ്പോൾ നമ്മളിത് ചെയ്യണം. ഇങ്ങനെ ഇടിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ സ്വീറ്റ്സ് അങ്ങനെ ഇടിച്ചൊന്നും കറി വയ്ക്കാറില്ല, വീട്ടിലുള്ള തമ്മിലുള്ള ഇടികൾ മാത്രം. പക്ഷെ ഇവിടെ നമ്മൾ ഇടിച്ച് കറി വയ്ക്കുന്നതുകൊണ്ട് അവർക്ക് അറിയത്തില്ല അത് എന്നാ ഇടിക്കുന്ന രാത്രിയാകുമ്പോൾ. അപ്പോൾ അവർ വിചാരിക്കും വീട്ടിൽ എന്നോ ഇടിക്കുവാന്ന്. ഇതിങ്ങനെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പോലെ വെച്ചിട്ട് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാറോട് ചേർത്ത് പിടിച്ച് നമ്മൾ ഇഞ്ചി ഇടിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ആ ഇഞ്ചിക്ക് നമ്മളോടൊരു മാതൃസ്നേഹം.
കളഞ്ഞത് ഉള്ളി എന്തിനാ എനിക്ക് കളയാത്തതുണ്ടോ? അത് വെളുത്തുള്ളിയാ. അതന്നെ കളഞ്ഞ മൂന്നിനെ എനിക്ക് കളയാത്തതുണ്ടോ? കളയാത്തതായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടെ ആര് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ എന്തിനാണ് നിൽക്കണം? ഞാൻ ഞാൻ പണിക്ക് ഞാൻ പണിക്ക് ഞാൻ ഇങ്ങനെ പൂമ്പാറ്റയെ പോലെ പറന്ന് നടന്ന് തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങൾ എല്ലാവരെയും രസിപ്പിച്ച് അല്ലേ? കണ്ണ് കണ്ടില്ലെങ്കിലും ശ്രീമാൻ വൈശാഖനറിയാം എന്തെങ്ങനെ ചെയ്യണം. സപ്പോസ് ഇപ്പം എനിക്ക് വേണം ഞാനത് കൊടുക്കാം. ക്യാൻവാസ് കണ്ണ് കാണാമെന്നില്ല. തിരിച്ചാക്രമിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വയലറ്റാവും. ഹാൻഡിലൂടെ അവിടെയല്ലോ നീ എന്താ ഇവിടെ ഹാൻഡിൽ തരുന്നോ? ഞാൻ സൗണ്ട് എവിടെ എന്നിട്ട് വാ. അറിയായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാം. അതാണ് മണക്കണ്ട. എനിക്ക് എണ്ണ ചൂടായിട്ട് നോക്ക്. നീ കണ്ടോ എത്ര ഞെട്ടായിരുന്നു? കണ്ടായിരുന്നോ? പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഹാഫ് നല്ല ലെൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ണു കൂട്ടി ചിക്കൻ കറി കംപ്ലീറ്റ് ചെയ്തത്. ഇത് കഴിച്ചാൻ പോലും അറിയില്ല കണ്ണിട്ട്. അതിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മുളകും ഉള്ളിയും പിന്നെ വറുത്തിട്ട് അവിടെ 4 തക്കാളി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അതൊരു പിങ്കിഷ് ബ്രൗൺ ആവണ വരെ അടയ്ക്കാം. എന്നതാണ് കളി. അങ്ങനെ കാലിനൊക്കെ കാലിന് പിടിച്ച് കളിക്കാം. നീ തന്നെ കാലോക്കില്ലേ? എന്താ വേണ്ടത് എനിക്ക്? നീ കണ്ണട ചെയ്യാൻ പറ്റില്ല. കാരണം 2 പേർക്കും അനുസരണയില്ല. 1:08 സമയം. ആ 1:08 നമ്മൾ ഗൈസുമായിട്ട് ഇവിടെ ചിക്കൻ കറി ഉണ്ടായി. നമുക്ക് വേണ്ടി കിടന്നുറങ്ങും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ വൈശാഖ് ആൻഡ് ദേവിക സൈനിങ് ഓഫ്. കുട്ടൂസ് മല്ലു മംഗു വ്ലോഗ്സ്. ബൈ.